ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മളിവിടെ ഒരു ഡ്യുവൽ സ്റ്റാർട്ടറിൻ്റെ കൺട്രോൾ വയറിംഗ് ആണ് പരിചയപ്പെടാൻ പോകുന്നത്. 5 HP അതിന് താഴെയുള്ള മോട്ടറിനാണ് നമ്മൾ പൊതുവേ ഡ്യുവൽ സ്റ്റാർട്ടർ ഉപയോഗിക്കാറ്. സോ 2 മോട്ടറിന് 2 ഡ്യുവൽ സ്റ്റാർട്ടർ നമ്മളിവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 സെലക്ടർ സ്വിച്ച് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. 2 മോട്ടറിനെ കൺട്രോൾ ചെയ്യാനായിട്ടുള്ള 2 സെലക്ടർ സ്വിച്ച്, ഹാൻഡ്, ഓഫ്, ഓട്ടോ എന്നുള്ള രീതിയിൽ 2 എടുത്തിട്ടുണ്ട് 2 മോട്ടറിനായിട്ട്. പിന്നെ ഒരു 24 hour ടൈമറും ഉപയോഗിച്ചിട്ടുണ്ട്. 24 hour ടൈമറിൻ്റെ പകുതി സമയം ഒന്നാമത്തെ മോട്ടറിന് കിട്ടണം, ബാക്കി പകുതി സമയം രണ്ടാമത്തെ മോട്ടറിന് കിട്ടണം. അങ്ങനെയാണ് എടുത്തിരിക്കുന്നത്. കൂടാതെ തന്നെ 2 ഫ്ലോട്ട് സ്വിച്ച്, ഒന്നാമത്തെ മോട്ടറിന് ഒന്നാമത്തെ ഫ്ലോട്ട്, രണ്ടാമത്തെ മോട്ടറിന് രണ്ടാമത്തെ ഫ്ലോട്ട് എന്നുള്ള രീതിയിലാണ് നമ്മളിവിടെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സോ നമുക്കിനി ഇതിൻ്റെ വയറിങ്ങിലേക്കൊന്ന് കിടക്കാം. ഇത് പവർ വയറിംഗ് ആണ്, ഇത് കൺട്രോൾ വയറിംഗ് ആണ്. പവർ വയറിങ്ങിൻ്റെ ഇൻകമർ നേരെ ഒരു ഐസൊലേറ്ററിലാണ് RYB 3 ഫേസ് വന്ന് കയറുന്നത്. ഇത് ഒരു 3 പോൾ ഐസൊലേറ്ററാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് പാനലിന് ഡോർ ഐസൊലേറ്റർ വയ്ക്കുകയാണെങ്കിൽ ആ ഡോർ ഐസൊലേറ്റർ വഴിയും നമുക്ക് എടുക്കാം. ഐസൊലേറ്ററിൻ്റെ ഔട്ട് നേരെ ഒരു ELCBയിലാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഈ മോട്ടറിന് എന്തെങ്കിലും ലീക്കേജ് കറണ്ട് സംഭവിക്കുമ്പോൾ ട്രിപ്പാവാൻ വേണ്ടിയാണ് ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസായിട്ട് ELCB എടുത്തിരിക്കുന്നത്. ഇവിടെ ഞാനിപ്പോൾ ഒരു ELCB എടുത്തിട്ടുള്ളൂ 2 മോട്ടറിനായിട്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ഇൻഡിവിജ്വലായിട്ട് 2 മോട്ടറിനും 2 ELCB വേണമെങ്കിലും വയ്ക്കാം. ഇപ്പം ഞാനിതിപ്പോൾ ഒരെണ്ണം മാത്രമേ എടുത്തിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചിലവ് കുറയും, രണ്ടാമത്തെ കാര്യം പാനലിൻ്റെ സൈസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ ഒരു പോരായ്മയെന്ന് ചോദിച്ചാൽ ഇതിൽ ഏതെങ്കിലും ഒരു മോട്ടർ ലീക്കേജ് സംഭവിച്ചാലും ELCB ആക്റ്റീവ് ആവും, ട്രിപ്പാവും. അത് കാരണം ഈ 2 മോട്ടറും വർക്കാവത്തില്ല. അതൊരു പോരായ്മയാണ്. അത് നിങ്ങളുടെ ഇതനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാം. വേണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് വയ്ക്കാം, അല്ലെങ്കിൽ 2 വയ്ക്കാം. അത് കഴിഞ്ഞ് നേരെ ഒരു കോണ്ടാക്ടറിലും ഓവർലോഡും വഴിയാണ് മോട്ടറിൽ കൊടുക്കുന്നത്. ഇവിടെ കോണ്ടാക്ടർ സ്വിച്ചിങ് ആയിട്ടും ഓവർലോഡറിലെ ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസുമായിട്ടാണ് ആക്റ്റീവ് ആവുന്നത്. സോ ഇത് ഇത്രയുമാണ് ഒന്നാമത്തെ മോട്ടറിൻ്റെ ഒരു സെറ്റ്. രണ്ടാമത്തെ മോട്ടറിൻ്റെ സെയിം ഇതുപോലെ തന്നെയാണ്. ഒന്നാമത്തെ മോട്ടറിൻ്റെ അതുപോലെ തന്നെയാണ്. ഒരു കോണ്ടാക്ടറും ഓവർലോഡ് വഴിയാണ് നമ്മൾ രണ്ടാമത്തെ മോട്ടറിലും എടുത്തിരിക്കുന്നത്. സോ പവർ വയറിങ് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് നേരെ കൺട്രോൾ വയറിങ്ങിലേക്ക് പോവാം. സോ കൺട്രോൾ വയറിങ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ 3 ഫേസ് സപ്ലൈയിലെ R ഫേസിൽ നിന്ന് ഒരു ഫേസ് ജമ്പ് ചെയ്ത് ഒരു 6 ആംപിയറിൻ്റെ MCB വഴിയാണ് കൺട്രോൾ ഫേസ് എടുത്തിരിക്കുന്നത്. ഇവിടെ 6 ആംപിയർ MCB നമ്മൾ ഒരു സ്വിച്ചിങ് ഡിവൈസായിട്ടും ഒരു പ്രൊട്ടക്റ്റീവ് ഡിവൈസുമായിട്ടാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കിത് ഏത് ഫേസിൽ വേണമെങ്കിലും ജമ്പ് ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ R ഫേസിൽ നിന്ന് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ന്യൂട്രൽ ELCBയുടെ ഔട്ട് വഴിയും എടുത്തിട്ടുണ്ട്. സോ കൺട്രോൾ വയറിങ്ങിൻ്റെ സ്റ്റാർട്ടിങ് ഫേസും ന്യൂട്രും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ELCBയുടെ ഔട്ട് നമ്മൾ ടൈമർ 230യുടെ ടൈമറാണ് എടുത്തിരിക്കുന്നത്. 230 വോൾട്ടിൻ്റെ 24 hour ടൈമറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അതിൻ്റെ കോയിൽ വോൾട്ടേജ് ആയിട്ട് കൊടുത്ത്. സോ ടൈമർ ആക്റ്റീവ് ആകും. ഒരു ടൈമറിന് ഒരു NO കോണ്ടാക്റ്റും ഒരു NC കോണ്ടാക്റ്റും കാണും. സോ അതിൻ്റെ ഒരു NO നമ്മൾ ആദ്യത്തെ മോട്ടർ കൺട്രോൾ ചെയ്യാനും അതിൻ്റെ NC രണ്ടാമത്തെ മോട്ടർ കൺട്രോൾ ചെയ്യാനും എടുത്തിട്ടുണ്ട്. സോ
സോ ആദ്യത്തെ നമ്മൾ ടൈം സെറ്റ് ചെയ്യുന്നതനുസരിച്ച് ആദ്യത്തെ മോട്ടർ ക്യാച്ച് ചെയ്യും. ടൈമർ ഈ T1 എന്ന് പറയുന്നത് ഇതിൻ്റെ ടൈമറിൻ്റെ NO കോണ്ടാക്റ്റാണ്. സോ നമ്മൾ സെറ്റ് ചെയ്ത സമയം എത്തുമ്പം T1 ആക്റ്റീവ് ആവും, ഈ NO അങ്ങ് NC ആവും. പിന്നെ അപ്പം ടൈമർ പിടിച്ച് കിടപ്പുണ്ട്. ഇനിയിപ്പോൾ ഡിമാൻഡ് ഫ്ലോട്ടാണ്. അപ്പം ഫ്ലോട്ട് പിടിക്കുന്ന സമയത്ത് ഈ സമയത്തിലുള്ള ഡിമാൻഡ് അനുസരിച്ച് നേരെ K1 ആക്റ്റീവ് ആവും. K1 എന്ന് പറയുന്നത് നമ്മുടെ ഒന്നാമത്തെ മോട്ടറിൻ്റെ കോണ്ടാക്ടർ. ഹാൻഡിലിടുമ്പം ഡയറക്റ്റ് പോകുന്നു. ഡയറക്റ്റ് ഓവർലോഡ് വഴിയാണ്, നമ്മൾ ഓവർലോഡിൻ്റെ NC വഴിയാണ് എടുത്തിരിക്കുന്നത്. കാരണം എന്ന് വെച്ചാൽ ഇൻ കേസ് എന്തെങ്കിലും ഓവർലോഡ് വരുമ്പം ഇത് ട്രിപ്പായി സപ്ലൈ കിട്ടാതിരിക്കാൻ കോയിൽ വോൾട്ടേജ് K1 എന്ന് പറയുന്നത് ഈ കോണ്ടാക്ടർ സ്വിച്ചിങ് നടക്കാതിരിക്കാനുള്ള രീതിയിലാണ് ഓവർലോഡും കൊടുത്തിട്ടുള്ളത്. സോ സെയിം തന്നെയാണ് രണ്ടാമത്തെ മോട്ടറിന്. അപ്പം നമ്മൾ പകുതി സമയം 24 hour ആയതുകൊണ്ട് പകുതി സമയം ഒരു മോട്ടറിൻ്റെ ഡിമാൻഡാണ്. അപ്പം ഇവിടെ ഈ പകുതി സമയം എത്തുമ്പം ഈ NO NC ആവും, ഈ NC അങ്ങ് NO ആവും. സോ ഇത് ആക്റ്റീവ് ആവത്തില്ല, ആ സമയത്ത് ഇത് ആക്റ്റീവ് ആവും. സോ ബാക്കി പകുതി സമയം എത്തുമ്പം ഇത് വീണ്ടും തിരിച്ച് NO ആവും, ഇത് തിരിച്ച് NC ആവും. NC ആവുമ്പം നമ്മൾ ഓട്ടോയിൽ ഇടുവാണെങ്കിൽ നമ്മൾ ഓട്ടോ സ്വിച്ച് സെലക്ട് ചെയ്യുമ്പം നേരെ NC വഴി സപ്ലൈ വന്നിട്ട് ഫ്ലോട്ട് ഡിമാൻഡ് അനുസരിച്ച് ഓവർലോഡ് വഴി അടുത്ത മോട്ടറിന് കിട്ടുന്നു, സപ്ലൈ കിട്ടുന്നു, കോയിൽ വോൾട്ടേജ് കിട്ടുന്നു. സോ അടുത്ത മോട്ടറും ആക്റ്റീവ് ആവുന്നു. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമെന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. സോ സ്റ്റേ സേഫ്.